അപ്പോൾ കുറച്ച് പച്ചമഞ്ഞൾ ഇന്ന് രാവിലെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് തൊലിയൊക്കെ ചുരുണ്ടി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മഞ്ഞൾ, ശുദ്ധമായ വീട്ടിലുണ്ടായ മഞ്ഞൾ ഇതെങ്ങനെ ഉണക്കിയെടുത്ത് പൊടിക്കാമെന്ന് നോക്കാം. ആദ്യം ഇതിനെ മണ്ണെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുക്കാനായി ഇതിൻ്റെ പുറത്തിട്ടാണ് വേവിക്കുന്നത്. കലത്തിൽ വെള്ളം വച്ചിട്ടുണ്ട്. ഓക്കെ, വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ ഇതിനായിട്ട് പുഴുങ്ങിയെടുക്കണം. അത് വെന്ത് കഴിഞ്ഞാണ് നമ്മൾ അതിനെ ഉണക്കാൻ പോകുന്നത്. ഓക്കെ, വീടിന് വെളിയിലിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മഞ്ഞൾ യഥാർത്ഥത്തിൽ ആവി കയറ്റി പുഴുങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ എസൻസും കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കും. എന്തായാലും വെള്ളത്തിലിട്ട് പുഴുങ്ങി. അപ്പോൾ ഇതിൻ്റെ വേവറിയാൻ ഇതൊന്ന് ഒടിച്ച് നോക്കണം. ഒടിച്ച് നോക്കുമ്പോൾ ഇത് നമുക്കിതിൻ്റെ ആഘോഷം കാണുമ്പോൾ അറിയാം വെന്തോ ഇല്ലയോ എന്ന്. ഓക്കെ, ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിനെ കോരിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. പുഴുങ്ങിയെടുത്ത് മഞ്ഞൾ നമ്മളൊരു സുഷിരമുള്ള പാത്രത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു വെയിലുള്ള സ്ഥലത്തിട്ട് ഇതിനെ ഉണക്കിയെടുത്ത് പൊടിക്കാം. ഈ മഞ്ഞൾ വന്നിട്ട് നല്ലൊരു വിരിയിൽ ഇട്ട് നമ്മൾ നല്ല വെയിലുള്ള സ്ഥലം നോക്കി ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മഞ്ഞൾ അത്ര ചെറിയ സംഭവം അല്ല കേട്ടോ. മിക്ക ഔഷധക്കൂട്ടുകളിലും ഇത് വരാറുണ്ട്. പക്ഷെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളെന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നുമില്ല. ജീവനില്ലാത്ത മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ വാങ്ങുന്നത്. ഇതിനകത്ത് കുർക്കുമിനുണ്ട്, വിറ്റാമിൻസ് ഉണ്ട്, അയണുണ്ട്, കാൽസ്യമുണ്ട്, നിരവധി ഊർജ്ജ സ്രോതസ്സുകൾ അടങ്ങിയ ഒന്നാണ് മഞ്ഞൾ. അപ്പോൾ നമ്മൾ അല്പമാണെങ്കിലും വീട്ടിലെ ഉപയോഗത്തിന് സ്വന്തമായി നമ്മൾ മഞ്ഞൾ നട്ടു വളർത്തി അത് പുഴുകി ഉണക്കി പൊടിപ്പിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. ഇനിയും നിങ്ങളെന്താണോ കരുതുന്നത് അതുപോലെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എവർക്കും ബായ്.